ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു ഈസി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇപ്പോൾ ഇത് ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണ്. ഒരു 2 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബീഫ് കഴുകി വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ, ഇതൊരു 3/4 കിലോളം ഉണ്ട്. അതിനെ ഞാൻ ഈ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷം അതിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ കുക്കർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ബീഫ് വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതിൽ മീറ്റ് മസാല, എൻ്റെ കയ്യിൽ മീറ്റ് മസാല ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് കൊടുത്താലും മതിയാകും. മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം, വേറൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സി അടിച്ചൊന്ന് കറക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇത് ചൂട് എന്ന് വെച്ചാൽ ചെറിയ ചൂടുള്ള വെള്ളമാണ്, അത് ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പേസ്റ്റ് ഞാൻ ആ ബീഫിലോട്ട്, കുക്കറിലുള്ള ബീഫിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് എല്ലായിടത്തും ബീഫിലെല്ലായിടത്തും ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കൈ കഴുകിയ ഇച്ചിരി വെള്ളം മാത്രമേ ഞാൻ അതിൽ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിനുശേഷം കുക്കർ മൂടി ഫുൾ തീയിലല്ല, തീ കുറച്ചൊന്ന് വെച്ചതിന് ശേഷം ഒരു 3-4 വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഒരു ചീനച്ചട്ടി, വലിയൊരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്, കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് അവിടെ ഏകദേശം റെഡിയായിട്ടിരിപ്പുണ്ട്. അതിനുശേഷം കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൽ ഒരു രമ്പയില ചേർത്ത് കൊടുക്കും. രമ്പയില എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മൾ ബീഫിൻ്റെ കൂടെ നമ്മളെല്ലാം ചെയ്തില്ലേ, അപ്പോഴും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോഴും ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ, ബീഫിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ രമ്പയില. അത് ബീഫിനായാലും ശരി, ചിക്കനിലായാലും ശരി, നല്ലൊരു ഫ്ലേവർ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ രമ്പയില കേട്ടോ. അതിനുശേഷം അതും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഞാൻ നല്ല ഒരു ശകലം വെള്ളമാണ് ഒഴിച്ചത്, പക്ഷേ ഒരുപാട് വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ഗ്രേവി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കിക്കോണം. എനിക്ക് ഉപ്പൊക്കെ ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളയ്ക്കും തോറും ഇത് കുറുകി വരും. കാരണം നമ്മൾ ആ മസാലയൊക്കെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ബീഫ് ഇരിക്കും തോറും കുറുകി വരും. അപ്പം ഞാൻ കുറച്ച് നല്ല കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ
അടിപൊളി ബീഫ് കറി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയുകയും വേണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.